എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ സമൂഹത്തിൽ ഒരുപാട് സ്ട്രെസ്സാണ് ഇന്ന് സമൂഹത്തിലെ വ്യക്തികൾ അനുഭവിക്കുന്നത്. സ്ട്രെസ്സിന് പല കാരണങ്ങളുണ്ട്. കാരണം ഓരോ ഏജിലും ഡിഫറെൻറ്റ് സ്ട്രെസ്സാണ്. ഇപ്പം നമ്മളൊരു കൊച്ചു കുഞ്ഞിനെ എടുക്കുകയാണെങ്കിൽ ആ കുഞ്ഞിൻ്റെ ഏറ്റവും വലിയ സ്ട്രെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയത്തിന് എപ്പം ആ കുഞ്ഞിന് വേണ്ടിയിട്ടുള്ള ആഹാരം കിട്ടും എന്നുള്ളതായിരിക്കാം. കുറച്ചും കൂടെ അടുത്ത സ്റ്റേജിൽ എത്തുമ്പോഴത്തേക്ക് അവനെങ്ങനെ അച്ഛനും അമ്മയിൽ നിന്ന് കണ്ണ് വെട്ടിച്ച് കളിക്കാൻ പോകാം, എന്നിട്ട് അതിൽ നിന്ന് ഒരു ആനന്ദം കണ്ടെത്താനായിട്ട് ശ്രമിക്കുന്ന സമയത്ത് അവിടെ പാരൻസിൻ്റെ ഓവർ ഇൻ്റർഫിയറൻസ് കാരണം കൊണ്ട് കുട്ടികൾക്ക് ഉണ്ടാകുന്ന സ്ട്രെസ്സ്. അടുത്ത സ്റ്റേജ് എത്തുമ്പം സ്കൂളിലെത്തിക്കഴിയുമ്പോഴത്തേക്ക് അവനിൽ ഏറ്റവും കൂടുതൽ സ്ട്രെസ്സ് അവൻ്റെ പഠന വിഷയം എങ്ങനെ പഠിച്ചു തീർക്കാൻ പറ്റും. അപ്പോൾ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഒരേപോലെയല്ല പഠിക്കാനുള്ള കഴിവ് ദൈവം കൊടുത്തേക്കുന്നത്. ആ കാരണത്താൽ ചില കുട്ടികൾക്ക് പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് അവർക്ക് അവരുടെ വർക്കുകൾ ചെയ്ത് തീർക്കാൻ പറ്റും. പക്ഷേ ചില കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് ടൈം എടുക്കുന്നുണ്ട്, അത് മനസ്സിലാക്കാനാണെങ്കിലും അത് പഠിച്ചെടുക്കുന്നതിനാണെങ്കിലും അത് മെമ്മറൈസ് ചെയ്ത് റീപ്രൊഡ്യൂസ് ചെയ്യുന്നതിലും. അപ്പോൾ ആ കുഞ്ഞ് അണ്ടർഗോ ചെയ്യുന്ന സ്ട്രെസ്സ് കണ്ടമാനമാണ്. പക്ഷെ ഇത് മനസ്സിലാക്കാനായിട്ട് ഇന്ന് പേരൻസിനും പറ്റുന്നില്ല, ടീച്ചേഴ്സിനും പറ്റണില്ല. അപ്പോൾ ഞാൻ ഒത്തിരി ADHD കുട്ടികളെ കാണാറുണ്ട്. അവർ ഭയങ്കര ഹൈപ്പർ ആക്റ്റീവാണ്. അവർക്ക് ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിച്ചെടുക്കുന്നതിൽ ഒരുപാട് ബുദ്ധിമുട്ടുണ്ട്. പഠന വൈകല്യമുള്ള കുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ അവർ കുറച്ച് നേരം പഠിക്കും, അത് കഴിയുമ്പോൾ ബാക്കിയുള്ള ടൈം മൊത്തം പഠനത്തിനേക്കാളും കൂടുതൽ കളിയിലേക്കാണ് അവർ പോകുന്നത്. അപ്പോൾ പാരൻസ് എന്നോട് വന്ന് പറയുന്ന കംപ്ലയിൻറ്റ്, അവൻ ഭയങ്കര കുസൃതിയാണ്, ഒരു രീതിയിൽ അവനെ പിടിച്ചിരുത്താൻ പറ്റുന്നില്ല, പഠിക്കുന്നില്ല. അപ്പോൾ അവർക്കും സ്ട്രെസ്സാണ്. അവരുടെ സ്ട്രെസ്സ് കാരണം കുട്ടിയുടെ സ്ട്രെസ്സ് കാരണം കൊണ്ട് മാതാപിതാക്കൾക്കും സ്ട്രെസ്സ്. അപ്പോൾ ഈ ഒരു പ്രഷർ കാരണം കൊണ്ട് ആ വീട്ടിലുണ്ടാകുന്ന ബാക്കി വ്യക്തികളിൽ ഉണ്ടാകുന്ന സ്ട്രെസ് അതിലും അപ്പുറമാണ്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഗ്രാൻഡ് പാരൻസ് ഉള്ളവരുണ്ട്. അവർ വന്ന് പാരൻസ് ജോലി കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് അവർക്ക് കിട്ടുന്ന ഫീഡ്ബാക്ക് എന്താണ്? ഞാൻ റീസെൻ്റായിട്ട് കണ്ട ഒരു കുട്ടി, എനിക്ക് വളരെ സങ്കടം തോന്നും. 3ാം ക്ലാസ്സിൽ പഠിക്കണേ ഉള്ളൂ. അപ്പോൾ ആ കുട്ടി എന്നോട് പറയുന്നത്, മാം എനിക്ക് ഈ വീട്ടിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പോകണം. എന്നുവെച്ചാൽ എന്താ കാര്യം? എനിക്ക് എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ പറ്റുന്നില്ല. അവൻ്റെ ഇഷ്ടമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന് വരയ്ക്കാൻ പറ്റണം, അവന് സൈക്കിള് ചവിട്ടണം, അവന് കരാട്ട പഠിക്കണം, ഇതൊക്കെയാണ്. പക്ഷേ ഇവൻ ഒന്നിലും പഠനത്തിൽ ഫോക്കസ് ചെയ്ത് ഒരു മികവില്ലാത്ത കാരണം കൊണ്ട് ഇവൻ്റെ സൈക്ലിങ്ങും ഇതുമെല്ലാം കട്ട് ഓഫ് ചെയ്തു. അപ്പോൾ കുട്ടിയുടെ അമ്മ ജോലി കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് ആ ഗ്രാൻഡ് മദർ പറഞ്ഞു കൊടുക്കുന്നത്, ഇവൻ അത് ചെയ്തു ഇത് ചെയ്തു, ഇങ്ങനെ ഒരുപാട് കുറ്റങ്ങൾ അവനിൽ പറയുമ്പോൾ സഹികെടുമ്പം അമ്മ കൈ കിട്ടുന്ന സാധനം വെച്ചിട്ടാണ് അവനെ അടിക്കുന്നത്. അപ്പം എനിക്ക് തോന്നി 3 ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുഞ്ഞിൻ്റെ എന്നെ തടി കൊണ്ട് അടിക്കുന്നു, എൻ്റെ തലയ്ക്കടിക്കുന്നു, ബെൽറ്റൂരി അടിക്കുന്നു. അപ്പോൾ അവരുടെ അടുത്ത് ഞാൻ സംസാരിച്ചപ്പോൾ അവർ പറയണേ, മാം ഞാൻ എന്തോരം കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ട് തിരിച്ച് വരുമ്പോൾ എനിക്കൊരു സമാധാനമില്ല. അവിടെ നിന്ന് ഓഫീസിൽ എത്തുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് വിളി വരും, ഇന്ന് അവൻ അത് ചെയ്തു, ഇത് ചെയ്തു, ഇത് ചെയ്തു. അപ്പോൾ ഈ ഓവറായിട്ടുള്ള സ്ട്രെസ്സ് കാരണം കൊണ്ട് കുട്ടികൾ അനുഭവിക്കുന്നതും പാരൻസ് അനുഭവിക്കുന്നതും പല കാര്യങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അവരോട് നിങ്ങളുടെ സ്ട്രെസ്സിൻ്റെ കാരണം എന്താണെന്നുള്ളതും എന്തിനാണ് ഈ ഗ്രാൻഡ് പാരൻസ് പറഞ്ഞു കൊടുക്കുന്നതെല്ലാം ഇതേ രീതിയിൽ അവനോട് പ്രതികരിക്കുവാൻ പാടില്ല. ഇപ്പം അവർക്ക് കൗൺസിലിംഗ് കൊടുത്തതിന് ശേഷം അവർക്ക് എങ്ങനെ ആ കുട്ടിയെ മാനേജ് ചെയ്യണം, മനഃപൂർവ്വമല്ല, അവന് പഠന വൈകല്യമുണ്ട്, ഈ വൈകല്യം കാരണം കൊണ്ടാണ് അവൻ അടങ്ങിയിരുന്ന് പഠിക്കാത്തതും അവനെ പഠിപ്പിക്കേണ്ട രീതി എന്താണെന്നുള്ളതും ഞാൻ പറഞ്ഞു കൊടുത്തതിന് ശേഷം, കൗൺസിലിംഗ് കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ആ അമ്മയ്ക്ക് എങ്ങനെ ആ മോനെ ഹാൻഡിൽ ചെയ്യണമെന്നുള്ള ഒരു കാര്യം മനസ്സിലായപ്പോൾ അവരിലെ സ്ട്രെസ്സ് കുറയുകയും കുട്ടിയിലെ സ്ട്രെസ്സ് കുറയുകയും ചെയ്തു.